പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. രണ്ടാമത്തെ ശ്ലോകം വായിക്കട്ടെ? രണ്ടാമത്തെ ശ്ലോകമാണല്ലോ സാർ ഇന്ന് എടുക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകം കൂടെ രാധ വായിക്കും. യോഗക്ഷേമായ ഭൂയാദനുപദമിഹ ഭാവം നനോയാജരീഹർത്യാലോകാലോകമംബാശ്രിതജനധനജം ശൃംഭരേശാംഗഭൂഷ സൈഷാ ഭൈഷജ്യഭൂതാ ജനിമൃതിമയവാദാശിഘോരാശനി പ്രസ്ഫോടാ ദൈവീശ ശക്തി സകല ഭുവനഗാ ബാലശൈലാലയാപി. ഓം ഗുരുഭ്യോ നമഃ. നമസ്തേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ശ്ലോകം സങ്കല്പ കൽപ്പലതികയിലെ ദിവ്യക്ഷേത്രാദർശം എന്ന ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ ശ്ലോകം വളരെ മനോഹരമായിട്ട് ഹൃദ്യമായിട്ട് അത് ചൊല്ലിയ ആ മഹതിക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. നമസ്കാരം. വളരെ നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി ചൊല്ലി എന്നുള്ളത് അത് കേൾക്കുന്നത് ഒരു സന്തോഷമാണ്. പലപ്പോഴും പലപ്പോഴും ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കാണ്ട് ഇങ്ങനെ പലരും ചൊല്ലിപ്പോകാറുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമല്ല, ഇപ്പൊ പല പാരായണങ്ങളും അങ്ങനെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഭാഗവതം തന്നെയായിരിക്കും ചിലപ്പോൾ. അപ്പൊ അത് പതിവായിട്ട് ചൊല്ലുന്ന ആളുകളാണ്, പാരായണം ചെയ്യുന്ന ആളുകൾ പലപ്പോഴും വന്നിട്ട് അത് പാരായണം ചെയ്യുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ ആണ് പലരും അങ്ങനെ ചെയ്യാറ്. ഇതങ്ങനെയല്ല. ഇത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയെന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ അതിൻ്റെ ഒരു കൃതജ്ഞത എന്ന് പറഞ്ഞാൽ അറിയാലോ, കൃതം അറിയുന്നതാണ് കൃതജ്ഞൻ. കൃതം ജാനതി, ശാസ്ത്രം അറിയുന്നവനെ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പോലെയാണ് കൃതം അറിയുന്നവൻ കൃതജ്ഞൻ. അപ്പൊ എന്ത് ചെയ്തു എന്നറിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതാ മനോഹരമായിട്ട് അത് ചൊല്ലി അതിലുള്ള കൃതജ്ഞത ആദ്യം അറിയിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ എന്താണ് അതിൽ പറയുന്നത്? യോഗക്ഷേമായ ഭൂയാത് അനുപദമിഹ ഭാവം നനോ യാ ജരീഹർത്തി ആലോകാലോകം അംബാശ്രിത ജനധനജം ശ്രീഅംബരേശ അംഗഭൂഷ സൈഷാ ഭൈഷജ്യഭൂത ജനിമൃതിമയ വാതാശി ഘോര അഗ്നി ഘോര അശനി പ്രസ്ഫോട ദൈവീശ ശക്തി സകല ഭുവനഗ ബാലശൈലാലയ അപി. അപ്പോ ബാലശൈലാലയ എന്നാണ് ചെറുകുന്ന്. ബാലശൈലം, ബാലം എന്നുള്ളത് ചെറുത് എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ശൈലശബ്ദം കുന്ന് എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിച്ചിരിക്കുന്നു. ബാലശൈലം എന്ന് ചെറുകുന്ന് എന്ന സ്ഥലത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. ശൈലത്തിൽ വർത്തിക്കുന്നവളായ ബാലശൈല ആലയ, ബാലശൈലത്തിൽ ആ സമന്താത് ലയിച്ചിരിക്കുന്നവള്. ആലയം എന്ന് പറഞ്ഞാല് അതിന് ആ എന്നുള്ളതിന് പൂർണ്ണമായിട്ടും എന്നർത്ഥം. സംസ്കൃതത്തിൽ പറയുമ്പോൾ സമന്താത് എന്ന് പറയും. ആ എന്നുള്ളത് ഇങ്ങനെ പൂർണ്ണമായ എന്ന അർത്ഥത്തിൽ, പിന്നെ മര്യാദ എന്നുള്ള അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. മര്യാദ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിര് എന്നാണ് അർത്ഥം, അല്ലേ? ഇപ്പൊ ഒരാള് അതിര് വിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? മര്യാദ വിടുന്നു എന്നാണ്. മര്യാദ എന്നുള്ള വാക്കിന് സീമ, അതിര് എന്നാണ് അർത്ഥം. അപ്പോ ഈ മര്യാദവാചിയായിട്ടും എന്ത് പറയും? അതിര് എന്ന അർത്ഥത്തിലും ഈ ആ പ്രയോഗിക്കും. ഇപ്പൊ ആ സേതു ഹിമാചലം എന്ന് പറഞ്ഞ അർത്ഥം സേതു തൊട്ട് ഹിമാലയം വരേക്ക്, ഹിമാലയ പർവ്വതം
വരേക്ക് എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ അതിരല്ലേ പറയുന്നത്, ഇന്ന തൊട്ട് ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരേക്ക് എന്നുള്ളത്. അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് എന്നർത്ഥം. ആലയം, നമ്മുടെ ഭവനത്തെ ആലയം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? നമ്മൾ പൂർണ്ണമായും അതിലങ്ങോട്ട് ലയിക്കുകയാണ്. നമുക്ക് മറ്റ് എവിടെ ചെന്നാലും നമുക്കൊരു എന്താണ് ഒരു അപരിചിതത്വം അല്ലെ, കുറച്ചെങ്കിലും ഉണ്ട്. നമ്മുടെ എല്ലാ വിട്ടിട്ട്, നമ്മുടെ എല്ലാ എന്താണ് ഫോർമാലിറ്റീസ് അല്ലെ, ഉപചാരങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ എന്താണ് തനി പച്ചയായ മനുഷ്യനായിട്ട് നമ്മൾ അങ്ങ് അവിടെ ചേരുന്നത് എവിടെയാണ്? നമ്മുടെ ഭവനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു? ആലയം എന്ന് പറയുന്നു. ശൈലാലയ, ശൈല ഇവിടെ ഈ ആലയം ചെറുകുന്ന്, ബാലശൈലാലയ, ബാലശൈലത്തിൽ ലയിക്കുന്നതായ ഭഗവതി എന്ന അർത്ഥമാണ്. അപ്പോൾ ബാലശൈലത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വരുമ്പോ ആ ദേവിക്ക് യാതൊരു ഉപചാരങ്ങളും ഇല്ല എന്നാണ് ശരിക്കർത്ഥം. ഉപചാരത്തിന് ചില അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോ നമ്മുടെ മല്ലിനാഥൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് പരസ്യ പ്രീണനായ യത് അസത്യകഥനം സ ഉപചാര എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന കഥനം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാള് നമ്മളിപ്പോൾ ഉപചാരത്തോടു കൂടി ഒരാളെ സ്വീകരിക്കുമ്പോൾ നമ്മളെ എല്ലാ സത്യങ്ങളും ആയിരിക്കണമെന്നില്ലേ പറയുന്നത്. എന്താണ്? ചില വസ്തുതകൾ നമ്മൾ മറച്ചും വെക്കും. എന്താണ്? അദ്ദേഹത്തിന് സന്തോഷമായിക്കോട്ടെ എന്ന് മാത്രമേ നമ്മുടെ ഉപചാരങ്ങളിൽ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോ ഈ ദേവി ഇവിടെ വരുമ്പോ എന്താണ്? ഒരു ഉപചാരവും ഇല്ല. നമ്മുടെ വീട്ടിൽ വരുമ്പോ നമുക്ക് എങ്ങനെയാ? എന്താ ഉപചാരം? ഒന്നുമില്ല. നമ്മുടെ കുടുംബത്തിനോട് നമ്മൾ കാണിക്കുന്ന ആ സ്നേഹം നിസ്സീമമായിട്ടുള്ളതാണ്. അവിടെ ഒരു ഉപചാരവും ഇല്ലാതെയാണ് നമ്മൾ പെരുമാറുന്നത്. വലിയൊരു ഉദ്യോഗസ്ഥനായിരിക്കാം, ചിലപ്പോൾ ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാവും. അദ്ദേഹവും വീട്ടിൽ വരുമ്പോൾ ആരാണ്? തനി പച്ചയായ മനുഷ്യനാണ്. അതുപോലെ ഈ ദേവി എന്ത് ചെയ്തിരിക്കുന്നു? ഈ ബാലശൈലത്തെ തൻ്റെ ആലയമാക്കി അവിടെ വർത്തിക്കുന്നു എന്നാണ്. ആ ദേവി എങ്ങനെയുള്ളത്? അപ്പൊ ആ ദേവി നമുക്ക് യോഗക്ഷേമായ ഭൂയാത്, യോഗക്ഷേമത്തിന് കാരണമായി ഭവിക്കട്ടെ. യോഗവും ക്ഷേമവും. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കലാണ്, കൂടിച്ചേരലാണ്. നമ്മൾ പറയല്ലോ ഇപ്പൊ കരയോഗം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കരയോഗം എന്ന് പറഞ്ഞാൽ മലയാളികളായ നമ്മൾ പെട്ടെന്ന് കരക്കാരുടെ യോഗം എന്നർത്ഥം എടുക്കും. പക്ഷെ ഇതറിയാത്ത ഒരാൾ കരയോഗം എന്ന് പറഞ്ഞാൽ എന്തെടുക്കുക? കരയോഗം ഇതാണ് കരയോഗമായിട്ട് എടുക്കുക. കൈകളെ ചേർക്കുക, കൈകളുടെ യോഗം ആണ് നമ്മൾ കരയോഗം എന്ന് പറയാം. വേറൊരാൾ എടുക്കുക. നമ്മൾ ഇവിടെ കാരണം എന്താ വെച്ചാൽ ഒരു ഭാഷയിലുള്ള പദങ്ങളാണ് പരസ്പരം സമസനം ഒന്ന് ചേർന്ന് ഇരിക്കുന്നത്. അപ്പോ കരയോഗം എന്താണ്? കരങ്ങളുടെ യോഗം. അപ്പൊ കൈകൾ ചേർത്ത് പിടിക്കുക, ഇതാണ് കരയോഗം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ കരക്കാരുടെ യോഗം എന്ന അർത്ഥത്തിലാണ് നമ്മളതിനെ പറയാറ്. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മളെല്ലാവരും നമുക്കറിയാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇതറിയാത്ത ഒരാളാണെങ്കിൽ കരയോഗം എന്ന് പറഞ്ഞാൽ കൈപിടിക്കലാണോ, വിവാഹമാണോ എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ പാണിഗ്രഹണമല്ലേ, പാണിയെ ഗ്രഹിക്കുക അല്ലെ, ഗൃഭണാമിതേ സൗഭഗത്വായ ഹസ്തം എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഗാർഹസ്ഥ്യത്തിന് വേണ്ടി നിന്റെ കൈ ഞാൻ പിടിക്കുന്നു, അതാണ് അർത്ഥം. അതിരിക്കട്ടെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ അങ്ങനെ ഒരു യോഗം ഇവിടെ ശരിക്കുണ്ട്. ആരാണ്? ദേവിയാണ് നമുക്ക് ശൈലാലയായിട്ടുള്ള, ബാലശൈലാലയ ആയിട്ടുള്ള ദേവി നമുക്ക് യോഗക്ഷേമായ ഭൂയാത്, യോഗക്ഷേമങ്ങൾക്കായി ഭൂയാത് ഭവിക്കുമാറാകട്ടെ. ആശീർലിംഗാണ്, ഭവിക്കുമാറാകട്ടെ. അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് അർത്ഥം? യോജിക്കലാണ്. എന്ത് യോജിക്കലാണ്? നമുക്ക് ഇല്ലാത്ത നന്മകൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ഏത്? അപ്രാപ്തസ്യ പ്രാപ്തി യോഗ. അപ്രാപ്തമായതിൻ്റെ പ്രാപ്തിയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ ധനമില്ലാത്തവന് ധനമുണ്ടാവുക, പിന്നെ ആരോഗ്യമില്ലാത്തവന് ആരോഗ്യമുണ്ടാവുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ യോഗമാണ്.
അപ്പൊ നമുക്ക് യോഗം മാത്രം പോരാ, പിന്നെ എന്തും കൂടെ വേണം? ക്ഷേമഃ. ക്ഷേമം. ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേമം പ്രാപ്തസ്യ അവിനാശഃ. പ്രാപ്തമായത് നഷ്ടപ്പെടാതിരിക്കുക. അപ്പൊ ഉള്ളത് പോവാതിരിക്കാൻ വേണം. ധനമുണ്ടാകുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് പ്രയോജനമില്ലാണ്ടായി, അല്ലേ? മറിച്ചും ആരോഗ്യമൊക്കെയായി ഇപ്പോൾ ആസ്വദിക്കാവുന്ന ഒരവസ്ഥയാണ് പലർക്കും പറ്റുന്ന ഒരു കുഴപ്പം ഇതാണ്, അല്ലേ? ചെറുപ്പത്തിലെ പല വിധത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഇതിൽ കാണുന്ന പ്രായം അധികമുള്ള ആളുകൾ, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവരൊക്കെ ചെറുപ്പത്തിൽ മിക്കവാറും വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾക്ക് ഒരു ജോലിയിലേക്ക് വന്നാലാണെങ്കിൽ സഹോദരങ്ങൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രം സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനില്ല. അപ്പോൾ മുതിർന്ന ആൾ എന്താണ്? മുതിർന്ന ആളുകൾക്ക് ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഓരോ കത്തെങ്കിലും കിട്ടും. ആ കത്തിലെ വിശേഷങ്ങൾ എന്തായിരിക്കും? മിക്കവാറും വീട്ടിലെ പ്രാരബ്ധങ്ങളായിരിക്കും, അല്ലേ? സഹോദരിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, നമുക്ക് എന്താ വേണ്ടത് എന്നായിരിക്കും ഒരെണ്ണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മ ഒന്ന് വീണു, നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒക്കെ പ്രാരബ്ധങ്ങളായിരിക്കും. പ്രാരബ്ധം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, കഷ്ടപ്പാടുകൾക്ക്. അതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്താണ്, ഒരുവിധം കുറേ ഒക്കെ കഴിഞ്ഞു, സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഒരു നിലയ്ക്ക് ആയപ്പോഴേക്കും റിട്ടയർമെന്റ് ആയി. അപ്പൊ എന്താണ്, സാമ്പത്തികമായിട്ട് തീരെ കുഴപ്പമില്ല, അനുഭവിക്കാവുന്ന ഒരവസ്ഥയാവുമ്പോൾ എന്തായി? രോഗവും വന്നു. അപ്പൊ എന്തായി? ഒന്നും കഴിക്കണ്ട, ഇനി ഭക്ഷണം കഴിക്കരുത്, ഷുഗർ കഴിക്കരുത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ എന്തായി അവിടെ? അപ്പൊ നമുക്ക് ക്ഷേമം എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. യോഗം വന്നപ്പോൾ ക്ഷേമം ഇല്ലാണ്ടായി. അതില്ലാതെ യോഗവും ക്ഷേമവും ഉണ്ടാകുന്നതിന് ഈ ദേവി നമുക്ക് കാരണമായി തീരട്ടെ. പ്രത്യേകിച്ച് ആ ദേവി എങ്ങനെയാണ്? എവിടെ? ദേവി അനുപദം ഇഹ. ഇഹ അനുപദം. ഇഹ എന്ന് പറഞ്ഞാൽ ഹിയർ, അല്ലേ? ഇഹ. സംസ്കൃതത്തിലെ പല പദങ്ങളും നോക്കിയാൽ ഇംഗ്ലീഷിലെ പദങ്ങൾക്കായിട്ട് വളരെ സാദൃശ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറയുണ്ടായി, അല്ലേ? ഇഹ എന്താണ്? ഇഹ എന്ന് പറഞ്ഞാൽ ഹിയർ, ഇവിടെ. അപ്പൊ ഇവിടെ ആ ദേവി എങ്ങനെയാണ്? അനുപദം. അനുപദം എന്ന് പറഞ്ഞാൽ പദം, പദം പ്രതി, ഓരോ പദത്തിലും എന്നർത്ഥം. ഓരോ പദത്തിലും ദേവി. അപ്പൊ ഓരോ പദത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ ചുവടുവെപ്പിലും എന്നർത്ഥം. ഓരോ ചുവടുവെപ്പിലും നമുക്ക് തുണയായിരിക്കണം, നമുക്ക് യോഗക്ഷേമങ്ങൾക്ക് കാരണമായിരിക്കണം എന്നർത്ഥം. ഒരർത്ഥം. വേറൊരർത്ഥം നമ്മൾ അനുപദം, ഓരോ പദത്തിലും. ഈ തീർത്ഥപാദര് ഇത് മംഗളമായിട്ടാ പറയുന്നത്. മംഗള ശ്ലോകമാകുമ്പോൾ ഓസ്പീഷ്യസ് വേഴ്സ്. അതെന്താണ് അതിൽ പറയുന്നത്? ഈ മംഗളം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താണ്? പ്രധാന ലക്ഷ്യം ഈ ഗ്രന്ഥത്തിന് നിർവിഘ്നമായിട്ടുള്ള, നിർബാധമായിട്ടുള്ള പൂർത്തി ഉണ്ടാകണം. ആർക്ക്? ചെയ്യുന്ന ആൾക്ക്, ഗ്രന്ഥം എഴുതുന്ന ആൾക്ക് മാത്രമല്ല. അവിടെയാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാരതീയ സംസ്കാരം ഇങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നതല്ല, വളരെ വിപുലമായിട്ടാണ്. ആർക്കൊക്കെ വേണ്ടിയാണ് ഈ മംഗളം ചെയ്യുന്നത്, മംഗള ശ്ലോകം ചെയ്യുന്നത്? ഒന്ന്, ഇത് എഴുതുന്ന ആൾക്ക് നിർബാധമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയണം. അതെങ്ങനെ? അത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ തന്നെയല്ല, ഇതിനെ പഠിക്കുന്ന ആളുകൾ, ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ, മനസ്സിലാക്കുന്നവര്, വിമർശിക്കുന്നവരും എല്ലാവർക്കും അനുപദം, ഓരോ പദത്തിലും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലാവുമ്പോൾ ഓരോ ചുവടുവെപ്പിലും, കാവ്യത്തിലേക്ക് വരുമ്പോഴോ ഓരോ പദത്തിലും. പദം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്, അല്ലെ? കാൽവെപ്പാണ് ഈ പദം എന്ന് പറയുന്നത്, കാല് തന്നെയാണ്. അപ്പോ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആശയം. ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശയിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ശയിക്കുകയാണ് എന്ത്? ഒരു അർത്ഥം, ഒരാശയം. ഈ ആശയത്തെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വെക്കുന്ന ഓരോ ചുവടുവെപ്പാണ് ഓരോ പദവും. അപ്പൊ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? പദം എന്ന് പറഞ്ഞാൽ കാര് മാത്രമല്ല, വാക്കുകളും കൂടിയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആശയം മറ്റുള്ളവരിലേക്ക് സഞ്ചരിച്ച് എത്തുന്ന കാലുകളാണ് പദങ്ങൾ. അതുകൊണ്ടാണ് ഈ പദം എന്ന് തന്നെ പറയുന്നത്. അതാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും
ശിവമാണ്. ആശയം ശിവമാണ്. ഈ ആശയം പ്രസരിക്കണമെങ്കിൽ അത് എന്തിനോട് ചേരണം? ശക്തിയോട് ചേരണം. അപ്പൊ നമ്മുടെ ശിവനും ശക്തി ആരാണ്? പാർവതി ദേവിയാണ് അല്ലെ? ശക്തി. ആ ശക്തിയാണ് വാക്ക്. വാക്ക് വാച് ശബ്ദം സംസ്കൃതത്തില് സ്ത്രീലിംഗമാണ്. അപ്പൊ ശിവൻ ശക്തിയോട് ചേരുന്നതാണ് എന്ത്? നമ്മുടെ ഉള്ളിലുള്ള ആശയം നമ്മൾ പറഞ്ഞ് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അത് സൗന്ദര്യലഹരിയില് ശങ്കര ഭഗവത്പാദര് പറഞ്ഞത് അത് തന്നെയാണ്. ശിവൻ ശക്തിയോട് ചേരണം. പദം അല്ല, ആശയം അത് അവിടെ കിടക്കല്ലേ. ജല ആശയം. ജലം എവിടെ ശയിക്കുന്നുവോ അത് ജലാശയം. ഗർഭം എവിടെ ശയിക്കുന്നുവോ അത് ഗർഭാശയം. അതുപോലെയാണ് നമ്മുടെ ഉള്ള് ഒക്കെ എന്താണ്? ഓരോ ആശയങ്ങളാണ്. പല പല അർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് മറ്റൊരാളിലേക്ക് സംക്രമിപ്പിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യുക? യുക്തമായ വാക്കുകൾ. വാക്ക് എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അപ്പോ ശിവൻ ശക്തിയോട് ചേർന്നാൽ പ്രഭവതി, എന്തിന്? പ്രസരിക്കുവാൻ, സരിക്കുവാൻ ശക്തനായിത്തീർന്നു. നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി. അത് ശക്തിയോട് ചേർന്നില്ലെങ്കിൽ ആ ദേവനെ സ്പന്ദിക്കുവാൻ പോലും കഴിയുകയില്ല. യുക്തമായ പദത്തിലേക്ക് അത് ചേരണം. നമ്മൾ ചിലപ്പോ വീടുകളിലെ ഇങ്ങനെ ഒരു ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇതാണ്, കുട്ടികൾ കിടന്നിട്ട് കരയും. ചെറിയ കുട്ടി എന്തിനാ കരയണേന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ കരഞ്ഞ് വാശി പിടിച്ചിട്ട് അങ്ങനെ കരയും. അപ്പോ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കുട്ടിക്ക് അറിയില്ല. കുട്ടി പലതും നമുക്ക് നടപ്പാക്കാൻ പറ്റാത്തത് പലതും ചോദിക്കും അല്ലേ? കുട്ടി ചിലപ്പോൾ എയറോപ്ലെയിൻ ചോദിക്കും, പലതും പറയും. നമ്മൾ എയറോപ്ലെയിൻ എടുത്തു കൊടുക്കും, കളിപ്പാട്ടം. ഇതല്ല, പറക്കണ എയറോപ്ലെയിൻ വേണമെന്ന് ചിലപ്പോൾ കുട്ടി പറയും. അപ്പോൾ അപ്പുറത്ത് കിടന്നിട്ട് കുറേ നേരം ആകുമ്പോൾ അപ്പുറത്ത് കിടന്നിട്ട് നമ്മുടെ മുത്തശ്ശിമാർ പറയും, അമ്മമാർ പറയും, മോളെ കുട്ടിക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കൂ. മരുമകൾ പറയും, അതിന് ചോദിക്കുന്നത് വെള്ളമൊന്നും അല്ല, ഇതൊക്കെയാണ്. മോളുടെ അല്പം വെള്ളം എടുത്ത് കൊടുക്കൂ. അമ്മയ്ക്ക് നല്ല ലോകപരിചയമുണ്ടേ, അമ്മ ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായി? ഇത്തിരി വെള്ളം എടുത്തു കൊടുത്തു. അത് കുടിച്ചിട്ട് കുട്ടി അവിടെ കിടന്ന് ഉറങ്ങി. കുട്ടിക്ക് ദാഹമായിരുന്നു. കുട്ടിക്ക് എന്തായില്ല? കുട്ടിയുടെ ഉള്ളിലുള്ള ആശയം വെള്ളം വേണമെന്നാണ്. ഇത് പറയാൻ കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് എന്തായി? കുട്ടിയുടെ ആശയം അമ്മയിലേക്ക് എത്തിയില്ല. കുട്ടിയുടെ മനസ്സ് കാണണം മുത്തശ്ശി പറഞ്ഞപ്പോ എന്തായി? കാര്യം ഭദ്രമായി. ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. എന്താണ്? ശിവൻ ശക്തിയോട് ചേരണം. ശക്തമായ പദത്തിൽ തൻ്റെ ആശയത്തെ സംക്രമിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താണ്? കുട്ടിയുടെ ആവശ്യം നടക്കാതിരിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? ശിവൻ ശക്തിയോട് ചേരുന്നു. ഇതാണ് കാളിദാസൻ. ശങ്കരാചാര്യർ ഇത് വളരെ സൗന്ദര്യലഹരിയില് വളരെ പ്രൗഢമായ ഭാഷയിൽ പറഞ്ഞപ്പോ കാളിദാസൻ നമുക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ വാഗർത്ഥാവിവ സംപൃക്തവു എന്ന് പറഞ്ഞു തന്നു. വാക്കും അർത്ഥവും പോലെ യോജിച്ചിരിക്കുന്നത് അല്ലെ? വാക്ക് അർത്ഥത്തിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ കവികളൊക്കെ വാഴ്ത്തിയിട്ടുള്ള ഒന്നാണ്. ഇവിടെ അനുപദം, ഓരോ ചുവടുവെപ്പിലും. ഇത് കേൾക്കുന്നവരായ നമ്മളുടെ ജീവിതായോധനത്തിലെ നമ്മുടെ ഓരോ ചുവടുവെപ്പിലും, ഇത് രചിക്കുന്നവനായ തീർത്ഥപാദരുടെ ഓരോ പദപ്രയോഗത്തിലും എന്തുണ്ടാകണം? ഈ ദേവി എന്ത് ചെയ്യണം? യോഗക്ഷേമായ ഭൂയാത്, യോഗക്ഷേമങ്ങൾക്ക് കാരണമായി ഭവിക്കണം അല്ലേ? ആളുകൾക്ക് അവർ അഭിലഷിക്കുന്നതായ കാര്യങ്ങൾ അവരിൽ വന്നു ചേരണം. അവരിൽ ഉള്ള നന്മകളും അവരുടെ ആ സുഖാവഹങ്ങളായ അവസ്ഥാവിശേഷങ്ങളും നഷ്ടപ്പെടാതെയും ഇരിക്കണം. കവിക്കാണെന്നുണ്ടെങ്കിലോ, അദ്ദേഹത്തിനാണെങ്കിൽ അർത്ഥതലങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിങ്ങനെ ചേരണം. അദ്ദേഹത്തിന് അതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഹമഹമികയ, ഞാൻ എന്ന ഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആശയങ്ങൾ അങ്ങ് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ശരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൗഢമായ ഭാഷയിൽ ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. അപ്പോ ഓരോ നിമിഷവും എന്ത് വേണം? അർത്ഥതലങ്ങളുടെ യോഗവും ക്ഷേമവും ഉണ്ടാകണം, വന്നു ചേരുകയും ഉണ്ടാകണം. ആ ദേവി എങ്ങനെയുള്ളതാണ്? യാ ദേവി നഞഹ ഭാവം ജരീഹർത്തി, അതിശയേന ഹരിക്കുന്നു. വെറുതെ ഹരിക്കുന്നു എന്നല്ല, ജരീഹർത്തി, അതിശയകരമായ വിധത്തിൽ ശയിക്കുന്നു. അതിശയം എന്ന് പറഞ്ഞാൽ എക്സീഡ് ചെയ്യലാണ് അതിശയം. അതിശയം എന്ന് പറഞ്ഞാൽ വിസ്മയമല്ല. നമ്മൾ പലപ്പോഴും അതിശയിച്ചു, ഞാൻ അതിശയിച്ചു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്.
അതിശയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഇങ്ങനെ കവിഞ്ഞു പോവുക, അതാണ് അതിശയിക്കുക. ഒരു വാഹനം റോഡിലൂടെ ഓടുന്ന ഒരു വാഹനത്തെ വേറൊരു വാഹനം മറികടക്കുകയാണെങ്കിൽ എന്താണ് പറയുക? അത് അതിശയിക്കലാണ്, അതിനെ മറികടന്ന് പോകലാണ്. ഇപ്പൊ വിസ്മയഭാവം നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മൾ അതിശയിച്ചു പോയെന്ന് പറയുക. ശരിക്കും അതിശയിക്കുക എന്നുള്ള വാക്കിന് അർത്ഥം വിസ്മയിക്കുക എന്നോ അത്ഭുതപ്പെടുക എന്നോ അല്ല. മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് എന്താണ്? അതിശയകരമായ വിധം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് എല്ലാറ്റിനെയും മറികടക്കത്തക്ക വിധത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഹരിക്കുന്നു. എന്തിനെയാണ് ഹരിക്കുന്നത്? നഞഹ ഭാവം, നഞ്ഞിന്റെ ഭാവത്തെ. നഞ്ഞ് എന്ന് പറഞ്ഞാൽ നിഷേധാർത്ഥത്തിലുള്ള ഒരു പദമാണ്, അവ്യയമാണ് നജ്. അപ്പൊ നമ്മൾ സാധാരണ എന്താണ് സത്യം എന്നുള്ളതിന് അസത്യം എന്ന് പറയാം. ആ അസത്യം എന്നുള്ളതിലെ ആ എന്താണ്? നഞ്ഞ് ആണത്, നഞ്ഞ്. അപ്പൊ പറയുമ്പോൾ ന സത്യം അസത്യം, നഞ്ഞിലെയാണ് ആ ന എന്നുള്ളത്. ന സത്യം അസത്യം എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താണ്? ഉത്തമം അനുത്തമം, അന് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് സ്വരത്തിൽ തുടങ്ങുന്ന പദമാകുമ്പോൾ അന് എന്ന് ആകും. അത് ഗ്രഹിച്ചാൽ മതി. അപ്പോ ജരീഹർത്തി എന്തിനെയാണ് ഹരിക്കുന്നത്? നഞ്ഞിന്റെ ഭാവത്തെ, അതായത് ഇല്ലായ്മയെ ഹരിക്കുന്നു. ഇല്ലാത്ത അവസ്ഥയെ മാറ്റാം. ഇല്ലാത്ത അവസ്ഥയെ മാറ്റിയാൽ എന്തുണ്ടാകും? ഉണ്മ വരും, അല്ലേ? അപ്പൊ ഉണ്മയുണ്ടാക്കുക. നഞ്ഞിന്റെ ഭാവം, എങ്ങനെയുള്ള നഞ്ഞിന്റെ ഭാവത്തെയാണ് ഇവിടെ ഹരിക്കുന്നത്? ആശ്രിതരായ ജനങ്ങളുടെ ധനജം, ധനജം, ധനത്തിലുണ്ടായതായ നഞ്ഞിന്റെ ഭാവം, ധനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്നർത്ഥം. ധനത്തിലെ അഭാവത്തെ എന്താണ്? അതിശയകരമാം വിധം ഹരിക്കുന്നവളായ ദേവി എന്നർത്ഥം. പിന്നെ ആലോകാലോകം, ലോകാലോകത്തോളവും എന്നർത്ഥമാണ്. അവിടെയും ഉണ്ടൊരു ലോകാലോകം. നമ്മൾ നേരത്തെ ആ സേതു ഹിമാചലം എന്ന് പറഞ്ഞ പോലെ ലോകാലോകം, ലോകാലോകം എന്ന് പറഞ്ഞാൽ ലോകാലോകത്തോളവും എന്നാണ്. ഇപ്പൊ ലോകാലോകം എന്നതിന് എന്താണ്? അതൊരു സാങ്കല്പികമായ പർവ്വതമാണ് ഈ ലോകാലോകം. ഒരു ഭാഗം കാണുന്നു, ഒരു ഭാഗം കാണുന്നില്ല. അപ്പൊ അതിലെന്തുണ്ട്? ലോകവും ആലോകവും. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? നമുക്ക് ചക്രവാളത്തിന്റെ ഇങ്ങേ വശം നമുക്ക് കാണാം, അങ്ങേ വശം നമുക്ക് കണ്ടുകൂടാം. നമ്മളിനി കുറെ കൂടെ ചക്രവാളത്തോട് അടുത്താൽ, ഒരു 100 കിലോമീറ്റർ നമ്മൾ ചക്രവാളത്തോട് അടുത്താൽ ചക്രവാളം അവിടുന്ന് 100 കിലോമീറ്റർ പോയിട്ടുണ്ടാവും. അപ്പോ എന്താണ്? എങ്ങനെയാണെങ്കിലും നമുക്ക് അവിടെ കാണാവുന്ന ഒരു ഭാഗം ഇപ്പുറം, അപ്പുറത്തേക്ക് നമുക്ക് കണ്ടുകൂടാം. ലോകവും ആലോകവും അവിടത്തോളവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധി എത്തുന്നോടത്തോളവും, സർവത്ര എന്ന അർത്ഥം നമുക്കതിന് എടുക്കാം. ലോകാലോകത്തോളവും എന്താണ് ചെയ്യുന്നത്? ആശ്രിത ജനധനജം നഞഹ ഭാവം ജരീഹർത്തി. ആശ്രിതരായിട്ടുള്ള, തന്നെ ആശ്രയിച്ച് വർത്തിക്കുന്നവരായ ജനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അഭാവത്തെ മാറ്റി അവർക്ക് വേണ്ട സമ്പത്തിനെ നൽകുന്ന ദേവി എന്നർത്ഥം. വേണ്ട സമ്പത്തിനെ നൽകുന്ന ദേവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കൊടുക്കുമോ? എല്ലാവർക്കും കൊടുക്കും. പക്ഷേ എത്രയ്ക്കാണ് അത് കൊടുക്കുക? അത് അവർക്ക് അർഹതയുള്ളിടത്തോളം, അഥവാ അവർക്ക് പാത്രത്വം ഉള്ളിടത്തോളം എന്നാണ്. എല്ലായിടത്തും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റില്ല എന്നാണ്. കൊടുത്താൽ എന്താണ്? അത് അപകടകരമായി തീരും, അല്ലേ? എങ്ങനെയാണ് അപകടകരമായി തീരുക? കൊണ്ട് നടക്കാൻ കഴിയില്ല. ചിലർക്ക് അത് കിട്ടിയാൽ അത് ദുർവിനിയോഗം ചെയ്യാനേ കഴിയുള്ളൂ, അല്ലേ? ഉള്ളത് കൊണ്ട് എത്രയോ ആളുകളെ ഉപദ്രവിക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റില്ല. പാത്രത്വം അതിന് വേണം. നമ്മുടെ മഹാഭാരതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ്രോണാചാര്യരാണ് പാണ്ഡവരെയും
ധാർത്തരാഷ്ട്രരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് പാണ്ഡവരെ കൗരവരെയും എന്ന് പറയാതിരുന്നത്? അവർ കുലം ഒന്നാണ്. ഏട്ടൻ്റെ അനിയൻ്റെയും മക്കൾ 2 കുലമാണോ? അല്ല, ഒറ്റ കുലത്തിലാണ്. അപ്പൊ അവരെ തിരിച്ചു പറയാൻ എങ്ങനെയാണ്? പാണ്ഡവരും ധാർത്തരാഷ്ട്രരും ധൃതരാഷ്ട്രരുടെ മക്കളും ഒക്കെ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ദ്രോണരുടെ മകനുണ്ടായിരുന്നു, അശ്വത്ഥാമാവ് ഉണ്ടായിരുന്നു. അശ്വത്ഥാമാവിനെ അല്ല ശ്രേഷ്ഠ ധനുർധരനാക്കിയത് ദ്രോണാചാര്യരെ. എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്? അശ്വത്ഥാമാവിന് അതിൽ പാത്രത്വം ഇല്ല എന്നാണ്. പാത്രത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഉപയോഗിക്കാൻ അറിയാം. വേണ്ടിടത്ത് മാത്രം ഉപയോഗിക്കുക, വേണ്ടാത്തിടത്ത് ഉപയോഗിക്കുന്നതിനാണ് ദുരുപയോഗം എന്ന് പറയുക. ദുരുപയോഗം ചെയ്യാതിരിക്കുക. അശ്വത്ഥാമാവിന്റെ കൃതികൾ നമുക്ക് അറിയാമല്ലോ, ചെയ്തികൾ നമുക്ക് അറിയാമല്ലോ. അശ്വത്ഥാമാവ് ആരാണ്? അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. എന്തിനാണ് ചിരഞ്ജീവിയായിരിക്കുന്നത്? നിരന്തരം നിന്ദകൾ ഏൽക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? സൗപ്തികവധവും ഗർഭസ്ഥ ശിശുവിനെ വരെ നശിപ്പിക്കാൻ തയ്യാറായ ആ നരാധമൻ, അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ശ്രേഷ്ഠ ധനുർധരനാക്കാൻ പാടില്ല. ഇത് ദ്രോണാചാര്യർ കാണിച്ച ഒരു വലിയ വിവേകമാണ്. അർജുനന് അതിന് കഴിയും. അതുകൊണ്ടാണ് അർജുനനെ ആ മഹാഭാരത യുദ്ധത്തിൽ ഇത്രയും അക്ഷൗഹിണി സേനകൾ 2 ഭാഗത്തും വന്ന് നിരന്ന് ധനുസ്സിനെ ഉദ്യമിച്ചു കഴിഞ്ഞു. പ്രവൃത്തേ ശസ്ത്ര സമ്പാദേ, ശസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങിയ സമയത്താണ് കൃഷ്ണനോട് പറഞ്ഞത്, കൃഷ്ണ ഈ സൈന്യത്തിന് ഇടയ്ക്ക് എന്റെ രഥം ഒന്ന് നിർത്തൂ, ഞാനൊന്ന് കാണട്ടെ, ആരോടൊക്കെയാ ഞാൻ ഈ യുദ്ധം ചെയ്യാൻ. നോക്കൂ, വിവേകം. അത് അത്രയ്ക്ക് വിവേകം വേണ്ടാന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ. എന്നിരുന്നാൽ പോലും ആ സമയത്ത് പോലും ആ ശസ്ത്രം പ്രയോഗിക്കാനുള്ള മടി അല്ലേ? നമ്മുടെ പോലീസ് എങ്ങനെയാണ്? ആളുകൾ ബഹളം ഉണ്ടാക്കി അല്ലേ? അവിടെ നിൽക്കുന്ന പോലീസുകാരൻ്റെ, അവരെ നിയന്ത്രിക്കുന്ന പോലീസുകാരൻ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ നിൽക്കുന്ന ആ കാക്കി ധരിച്ച ആള് അദ്ദേഹത്തിന്റെ തന്നിഷ്ടത്തിനല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും എന്താണ്, ഉടനെ തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യുന്ന ജനത്തിനെ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നില്ല? ഉപദ്രവിക്കുന്നില്ല. തിരിച്ചുവിടാനായിട്ട് ലാത്തി പ്രയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ തോക്ക് പ്രയോഗിക്കുന്നില്ല. എന്താണ്? അപ്പോഴും ചെയ്യരുത് എന്ന് തന്നെയാണ്. അപ്പൊ ഇതാണ് എന്താണ് പാത്രത്വം എന്ന് പറയുന്നത്. കയ്യിൽ ആയുധമുണ്ട്, പക്ഷെ പ്രയോഗിച്ചുകൂടാ എന്നുള്ള തോന്നൽ. അപ്പൊ അതുകൊണ്ട് എന്താക്കിയില്ല? സ്വന്തം മകനെ ശ്രേഷ്ഠ ധനുർധരനാക്കിയില്ല. നീ വേറൊരാള് വലിയ പ്രാവീണ്യമുള്ള ആളായി, ആളെന്ത് ചെയ്തു? അയാളെ നിഷ്പ്രഭനാക്കി തീർത്തു. ഇതാരെയാണ്? ഏകലവ്യനെ. എന്തുകൊണ്ടാണ്? അർജുനെ വലുതാക്കാനാണെന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അത്രയ്ക്ക് ലഘുചേതസ്സുകളല്ല ആര്? വ്യാസനാണെങ്കിലും ശ്രീശുഖനാണെങ്കിലും ആരും തന്നെ അത്രയേറെ അല്പന്മാരല്ല. എന്തുകൊണ്ടാണ്? ഏകലവ്യൻ എന്താണ് ചെയ്തത്? വെറും തന്നെ നോക്കി കുരച്ച ഒരു പട്ടിയുടെ വായിലേക്ക് 7 അമ്പാണ് പ്രയോഗിച്ചത്. എങ്ങനെയാണ് ഒരു ജീവി അതുകൊണ്ട് ജീവിക്കുക? ആ ഏകലവ്യനോട് ആരെങ്കിലും എതിർത്താൽ ആ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? ഏറ്റവും ശക്തമായ ആയുധം അവിടെ പ്രയോഗിച്ചു കഴിഞ്ഞു. അപ്പോ എന്താണ്? ഓൺലി എ വെരി സ്ലൈറ്റ് പ്രൊവക്കേഷൻ. ഒരു പട്ടി കുരയ്ക്കുന്ന പട്ടിയുടെ ധർമ്മമാണ്. അത്രയ്ക്കൊരു സ്ലൈറ്റ് പ്രൊവക്കേഷനിൽ 7 അമ്പ് അതിൻ്റെ വായിലേക്ക് പ്രയോഗിച്ച ആൾക്ക് ഒരിക്കലും എന്തിന് അർഹതയില്ല? ആ ധനുർവിദ്യക്ക് അർഹതയില്ല. അതും രാജ്യരക്ഷയ്ക്കുള്ള ധനുർവിദ്യ. അപ്പൊ എന്താണ്? നിഷ്പ്രഭനാക്കി, അങ്കുഷ്ടം വിച്ഛേദിപ്പിച്ചു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്ന്. ഇനി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ദേവി അതറിയുന്നു. അപ്പോൾ ആളുകൾ പറയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചു എന്നിട്ട് ദേവി എനിക്ക് അങ്ങനെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, നിനക്ക് യോഗ്യതയുള്ളത് അത്രയും തന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുകൂടെ ഗ്രഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോ ഇപ്പൊ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം ഇങ്ങനെ ഗർഭിതാർത്ഥമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. ഗർഭിതാർത്ഥങ്ങൾ എന്ന് പറയുന്നതാണ് ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ് ആണ്. ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ്, ആശയത്തിലെ ഓരോ പദത്തിലും ആശയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വ്യാഖ്യാനിക്കാൻ ഇങ്ങനെ നേരം മതിയാവാതെ വരുന്നത്. ആശ്രിതരായിരിക്കുന്ന എന്താണ്
ആലോകാലോകത്തോളവും ലോകാലോകം വരേക്കും ആശ്രിതരായിരിക്കുന്ന ജനങ്ങളുടെ ധനവിഷയകമായിട്ടുള്ള അഭാവത്തെ ഹരിക്കുന്ന ദേവി. ആ ദേവിക്ക് വേറൊരു വിശേഷണവും എന്താണത്? ശ്രീ അംബരേശ അംഗഭൂഷ. ഈ ദേവി ശ്രീ അംബരേശ്വരന്റെ അംഗഭൂഷയായിട്ടുള്ളവളാണ്, അംഗങ്ങൾക്ക് ഭൂഷണമായിട്ടുള്ളവളാണ്. അംബരേശൻ ആരാണ്? ശ്രീ അംബരേശൻ. അതാണ് തൃച്ചംബരം എന്നായി മാറിയത്. തൃച്ചംബരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഷ്ണു ഭഗവാൻ ഉണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അംഗഭൂതയാണ്. അപ്പൊ അവിടുത്തെ ആ ഒരു വലിയ സങ്കല്പമാണ്. തൃച്ചംബരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിരിക്കുന്ന ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അംഗഭൂഷയാണ്. അംഗങ്ങൾക്ക്, അവയവങ്ങൾക്ക് ഭൂഷണമായി വർത്തിക്കുന്നവളാണ് ഈ ചെറുകുന്നിൽ വർത്തിക്കുന്ന ദേവി. അപ്പൊ അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് അനന്തശയനാണ് ശ്രീ പത്മനാഭന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ പാദം ഇവിടെയാണ് എന്നുള്ള സങ്കല്പത്തിൽ എവിടെയാണ്? നമ്മുടെ ഇതിനടുത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ അവിടെ? എന്താണ്? തൃപ്പാദപുരത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ദേവന്റെ പാദമാണ് ഇവിടെ എന്ന സങ്കല്പത്തിൽ. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു സങ്കല്പം. വളരെ ദൂരെയാണ് എങ്കിലും എന്താണ്? അപ്പൊ അവിടെ എന്താണ്? അതവിടെ ആ കാര്യവട്ടത്തിനടുത്താണ്. ഈ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമായിരിക്കും. അപ്പൊ അവിടെ അങ്ങനെ തൃപ്പാദപുരം, ആ ദേവന്റെ പാദമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം അവിടെയുണ്ട്. അതുപോലെയാണ് ഇവിടെ ഈ തൃച്ചംബരം ക്ഷേത്രത്തിലെ വിഷ്ണു ഭഗവാന്റെ പത്നിയായിട്ടാണ് ദേവി എവിടെ ഇരിക്കുന്നത്? ഈ ക്ഷേത്രത്തിൽ ഇവിടെ വർത്തിക്കുന്നത്. അപ്പൊ അതാണ് ഇങ്ങനെ പറഞ്ഞത്, ശ്രീ അംബരേശന്റെ അംഗഭൂത, അംഗത്തിന് ഭൂഷണമായി വർത്തിക്കുന്നവർ ദേവി. എന്ത് ചെയ്യുന്നു? ഈശ്വരൻ. ഇപ്പൊ നമുക്ക് അർദ്ധനാരീശ്വര സങ്കല്പം നമുക്കറിയാം. ശിവഭഗവാന്റെ ഒരു ഭാഗം എന്താണ്? ദേവിയാണ് അല്ലെ? ദേവൻ തന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ് ബ്രഹ്മാവിന്. പണ്ട് സ്ത്രീകളുണ്ടായിരുന്നില്ല അത്രേ. ആദ്യം സൃഷ്ടിച്ചപ്പോ പുരുഷനാണ് അത്രേ സൃഷ്ടിച്ചത്. അപ്പോ അവരാരും ഒരു ചൈതന്യമില്ല, ഒരു വീര്യമില്ലാത്തവരായിരിക്കുക. ബ്രഹ്മാവിന് തോന്നിയത് എന്താ, ആർക്കും ഒരു ഉന്മേഷമില്ലല്ലോ. അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അങ്ങ് സ്ത്രീകളെ സൃഷ്ടിക്കൂ, അപ്പൊ പുരുഷൻ എന്തായിരിക്കും? കൂടുതൽ ഉന്മേഷമുള്ളവനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവിന് അറിഞ്ഞുകൂടാത്ത സ്ത്രീ എങ്ങനെയായിരിക്കുന്നത്. അപ്പൊ ശിവൻ തന്നെ തൻ്റെ ഒരു ഭാഗം, പകുതി ഭാഗം സ്ത്രീ രൂപത്തിൽ വളരെ മനോഹാരിണിയായി കാണിച്ചു കൊടുത്തു. മനോഹാരിയായ ഒരു രൂപം. ആ രൂപം ആരാണ്? മനോഹാരിണിയായ ദേവിയാണ്. ഒരു ഭാഗം നമുക്കറിയാം, ശ്രീ പരമേശ്വരൻ. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണ് നമുക്ക് അറിയാം. ആ വിധത്തിൽ തന്നെ ഇരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സങ്കല്പം, അർദ്ധനാരി ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലെ? ബൈബിളിലാണെന്നുണ്ടെങ്കിൽ പുരുഷന്റെ വാരിയല് കൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അവിടെയും സങ്കല്പം തന്നെയാണ്. പൂർണ്ണമാകുന്നത് ആരിലൂടെയാണ്? പത്നിയിലൂടെയാണ്. പുരുഷൻ പൂർണ്ണമാകുന്നത് സ്ത്രീയിലൂടെയാണ് പൂർണ്ണമാകുന്നത്. ആ സ്ത്രീ എന്ന ഭാഗം ഏതാണ്? വാമഭാഗമാണ്. വാമം എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഇടത് എന്നൊരർത്ഥം, പക്ഷെ അത് വന്നു ചേർന്ന അർത്ഥമാണ്. വാമം എന്നുള്ളതിന് മനോഹരം എന്നാണ് അർത്ഥം. വാമാക്ഷി, മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ എന്ന അർത്ഥത്തിലാണ് വാമാക്ഷി എന്ന പദം പ്രയോഗിക്കുന്നത്. അപ്പൊ വാമഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മനോഹരമായ ഭാഗം എന്നാണ് അർത്ഥം. ആ ഭാഗം സ്ത്രീ, ആ ഭാഗം ആരാണ്? അത് ഇടതുവശത്തായി എന്നത് കൊണ്ടാണ് പിന്നീട് വാമഭാഗത്തിന് ഇടത് എന്ന അർത്ഥം വന്നു ചേർന്നത്. അല്ലെങ്കിൽ അതെന്താണ്? മനോഹരമായ പകുതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷുകാർ പറയുന്നു ബെറ്റർ ഹാഫ് എന്ന് പറയുന്നു. നമ്മൾ ബെറ്റർ എന്നല്ല, നമ്മൾ എന്താണ് പറഞ്ഞത്? മനോഹരമായ ഭാഗം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബെറ്റർ എന്ന് പറഞ്ഞതിനേക്കാളും എന്താണ്, അവളാണ് മനോഹാരിണി, പുരുഷനാരല്ല. പുരുഷൻ അങ്ങനെയൊന്നല്ല. അപ്പോ നമ്മൾ വാമഭാഗം എന്ന് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷുകാർ എന്തുകൊണ്ട് ബെറ്റർ ഹാഫ് എന്നും നമ്മൾ വാമഭാഗം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംസ്കാരത്തിന്റെ വ്യത്യസ്തമായ ഭാഗമാണ്. അപ്പോ ആ അംബരേശന്റെ ശ്രീ അംബരേശ്വരന്റെ ഈശ്വരന്റെ എന്താണ്? അംഗത്തെ
മനോഹരമാക്കുന്നവൾ. ശ്രീത്വം, ശ്രീ ചേരുമ്പോഴാണ് എന്തായിത്തീരുന്നത്? മനോഹരമായി മാറുന്നത്. അല്ലെങ്കിൽ അതിന് മനോഹാരിതയൊന്നും ഇല്ല എന്നർത്ഥം. അപ്പോ അംബരേശ്വരന്റെ അംഗങ്ങളെ എന്താക്കുന്നവൾ? മനോഹരമാക്കി തീർക്കുന്നവളും എല്ലാ ജനങ്ങളുടെയും ചക്രവാളത്തോളവും ഉള്ള ജനങ്ങളുടെ എന്താണ് യോഗക്ഷേമങ്ങളെ അനുഷ്ഠിക്കുന്നവളും യോഗക്ഷേമങ്ങൾ അവർക്ക് വരുത്തുന്നവരും അവരുടെ ധനവിഷയകമായ അഭാവത്തെ ഹരിക്കുന്നവളും ഇല്ലാതാക്കുന്നവളും. സൈഷ, സാ ഏഷ. ഉണ്ടോ? ആയും ഏയും ചേരുമ്പോ ഐ എന്നാകുന്നു. നമ്മൾ സാധാരണ പറയാറില്ലേ തഥൈവ. തഥൈവ എന്ന് പറഞ്ഞാൽ തഥാ ഏവ തഥൈവ. അതുപോലെയാണ് സാ ഏഷ സൈഷ. തഥൈവ എന്നുള്ളതിന് അങ്ങനെ തന്നെ എന്നാണ് അർത്ഥം. അപ്പൊ സൈഷ ഭൈഷജ്യഭൂത. ആ ദേവി ആരാണ്? ഭൈഷജ്യത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നവളാണ്. ഭൈഷജ്യം ഔഷധം, ചികിത്സ എന്നൊക്കെ അർത്ഥമാണ്. ഭിഷക്ക് വൈദ്യനല്ലേ. ഭൈഷജ്യഭൂത, ചികിത്സയായിരിക്കുന്നവളാണ്. ചികിത്സ ചെയ്ത് രൂപത്തിൽ ഇരിക്കുന്നവളാണ്. എന്തിന്? ജനിമൃതിമായ, അതുപോലെ തന്നെ ജനിമൃതിമായ വാതാശി ഘോരാശനി പ്രസ്ഫോട. ഭൈഷജ്യരൂപയാണ്, ഔഷധ രൂപത്തിലുള്ളതാണ്. നമ്മുടെ എല്ലാ ഗതങ്ങൾക്കും, ഗത എന്നുള്ളതിന് രോഗം, അഗതീകർത്തും നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതാണ്. അഗതീകർത്തും, ഗതമില്ലാത്ത അവസ്ഥയിലാക്കുക, രോഗമില്ലാത്ത അവസ്ഥയിലാക്കുക. അതുപോലെ ഇവിടെ എന്താണ്? ഇവിടെയും അത് തന്നെയാണ്. ഭൈഷജ്യമായിരിക്കുന്നവളാണ്, ഔഷധമായിരിക്കുന്ന. എന്തിനാണ്? പിന്നെ എന്താണ്? ജനിമൃതിമായ വാതാശി ഘോര അശനി പ്രസ്ഫോട. ജനിമൃതിമയമായിട്ടുള്ള, ജനിമൃതികള് ജന്മവും പുനർജന്മവും, ജനിമൃതിമയമായിട്ടുള്ള വാതാശി. വാതാശി എന്ന് പറഞ്ഞാൽ എന്താണ്? വാദത്തെ അശിക്കുന്നത്. അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. വാദഭക്ഷൻ. ആരാണ് ഈ വാദഭക്ഷൻ? പാമ്പ്. പാമ്പ്. അപ്പൊ അതിനകത്ത് ഒരു ശാസ്ത്രം ഉണ്ടെന്നാണ് പറയുന്നത്. വായുവിലുള്ള വിഷമയമായ ഭാഗത്തെ സർപ്പം എന്ത് ചെയ്യുന്നുണ്ടെന്നാണ്? അത് വലിച്ചെടുക്കുന്നുണ്ട് അത്രേ. എന്നിട്ട് അതിലെ ആ വിഷമാണത്രേ സർപ്പത്തിന്റെ ഉള്ളിലുള്ള ഗരളം, വിഷം. അപ്പോ അത് പ്രോട്ടീനാണ് എന്നൊക്കെ പല രൂപത്തിലുണ്ട്. ശാസ്ത്രം എന്നെക്കാളും നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോ അതിന് ഈ വാദത്തിൽ നിന്ന്, വായുവിൽ നിന്ന് വിഷാംശത്തെ അത് വലിച്ചെടുക്കുന്നുണ്ട് അത്രേ. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് വാദത്തെ അശിക്കുന്നത് അല്ലേ? ശാസ്ത്രദൃഷ്ട്യാ ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പദം പാമ്പിന് കൊടുത്ത ആ മനീഷി എത്ര വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന് നമ്മൾ അത്ഭുത പരതന്ത്രരായി പോകും. ഏതായാലും ശാസ്ത്രം അതിനെക്കുറിച്ച് പറയട്ടെ. ഏതായാലും വാതാശി എന്ന് പറഞ്ഞാൽ എന്താണ്? വാതാശി എന്ന് പറഞ്ഞാൽ അരവം, രവമില്ലാത്ത ജീവി. ഒരു ശബ്ദം ഉണ്ടാക്കില്ല പാമ്പ് അല്ലേ? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അരവങ്ങൾ അമ്പിളി തുമ്പയും ശിവഭഗവാൻ ധരിക്കുന്ന അരവം, ഒരു രവവും ഉണ്ടാക്കില്ല. ഇനിയിപ്പോ ഒരാൾ അതിനെ വല്ലാതെ അങ്ങോട്ട് വേദനിപ്പിച്ചു എന്നാലും കരയില്ല, അത് ഒരു ശബ്ദവും ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ എന്ത് പറഞ്ഞത്? അരവങ്ങൾ അമ്പിളി തുമ്പയും എന്നുള്ളടത്ത് സർപ്പത്തിനെ ഭൂഷണമായിട്ട് പറഞ്ഞപ്പോൾ അരവം എന്ന പദം പ്രയോഗിച്ചു. അപ്പൊ അങ്ങനെ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ എന്താണ് അന്തരീക്ഷത്തിലെ വിഷാംശത്തെ ആഗിരണം ചെയ്തുകൊണ്ട് നമുക്ക് എത്ര വലിയ പ്രയോജനം ചെയ്യുന്നതാണ് ഈ സർപ്പം. അതുകൊണ്ടാണ് സർപ്പത്തെ ശിവൻ അലങ്കാരമായി ധരിക്കുന്നത്. ഇതിലൊക്കെ വലിയ ശാസ്ത്ര തത്വങ്ങളുണ്ട്. ഇതിനെ നിന്ദിക്കാൻ എന്ത് എളുപ്പ, ഒരു വിവരവും ഇല്ലാതിരുന്നാൽ മതി. എന്ത് നമുക്ക് നിന്ദിക്കാൻ പറ്റും? നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും നമുക്ക് നിന്ദിക്കാൻ പറ്റും. എന്ത് മാത്രമേ വേണ്ടൂ? വലിയതായ അജ്ഞാത. വിവരമില്ലാച്ചാൽ ഇതിനൊക്കെ പറയാം എന്നർത്ഥം അല്ലെ? ഗളത്തിൽ എന്താണ്? ഗരളത്തെ സ്വീകരിച്ചവനാണ് ശിവൻ, നീലകണ്ഠനായി അല്ലെ? ആ ഗരളത്തെ അദ്ദേഹത്തിന്റെ കഴുത്തിലാണ് എന്തുള്ളത്? പാമ്പുള്ളത്. ഏതാണ്? ഗരളത്തെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സർപ്പം. ഇതൊക്കെ എത്ര വലിയ പ്രതിഭാധനന്മാരായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ഭുത പരതന്ത്രരായി പോകും നമ്മൾ. ഇരിക്കട്ടെ. അപ്പോ ജനിമൃതികളാകുന്ന വാതാശി, വാതാശി എന്ന് പറഞ്ഞാല് അപ്പൊ അവിടെയും ജനിമൃതികളിലൂടെ എന്താ ഉണ്ടാകുന്നത്? നമ്മുടെ ചിത്ത സംസ്കാരമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു ജന്മത്തില് നമുക്ക് എന്താണ്? സംസ്കൃതി വേണ്ടത്ര ഉണ്ടായില്ല.
അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ജന്മം. ഓരോ ജന്മത്തിലൂടെയും പല പല ക്ലേശങ്ങളിലൂടെയും ജ്ഞാനപ്രദാനത്തിലൂടെയും നമ്മുടെ ചിത്തശുദ്ധിയെ ഉണ്ടാക്കുകയാണ്, അവിടുത്തെ മാലിന്യങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ജനിമൃതികളെ സർപ്പമായി കണ്ടതിലെ ആ കാഴ്ചപ്പാട് നോക്കൂ. ഒരു ആശയ പ്രപഞ്ചം തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഭയപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെ എന്താണ്, അതിലും അതിൻ്റെ തത്വം അന്തർനിഹിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ജന്മവും നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടിയിട്ടാണ്. എന്താണ്, മുക്തി പ്രാപിക്കുന്നതിന് യോഗ്യത കൈവരുത്തുന്നതിനാണ്. അവിടെയാണ് ആ പദം. അപ്പോ ജന്മമരണങ്ങളാകുന്ന പാമ്പിനെ ഇല്ലാതാക്കുന്നവൾ, അപ്പൊ ആ സർപ്പഭയം ഇല്ലാതാക്കുന്നത് മാത്രം പറഞ്ഞ പോരാ. എന്തുകൊണ്ട് ജനിമൃതികളെ സർപ്പമാക്കി എന്ന് പറയുന്നത് കൂടിയാണ്. ജനിമൃതിയാകുന്ന വാതാശിക്ക് അതിനെ അകറ്റാണ്. എന്തിലൂടെ അകറ്റാണ്? ഘോര അശനി പ്രസ്ഫോട, ഘോരമായിട്ടുള്ള അശനി, ഇടിമിന്നലിന്റെ പ്രസ്ഫോടം. സ്ഫോടം എന്ന് പറഞ്ഞാല് അതിന്റെ ഗർജിതം. അപ്പോ സർപ്പത്തിന് എന്താണ്, ഇടിമിന്നൽ വലിയ ഭയം ഉണ്ടാക്കുന്നതാണ് അത്രേ. അപ്പൊ ജനിമൃതികളാകുന്ന സർപ്പത്തെ നാം ഭയപ്പെടുമ്പോൾ നമ്മുടെ ആ സർപ്പത്തെ മാറ്റാനായി ഘോരമായ മേഘഗർജിതത്തിന്റെ രൂപത്തിലിരിക്കുന്ന ദേവി. അപ്പൊ ദേവിയെ ആശ്രയിക്കുമ്പോ എന്താണ്, ദേവി പറയും, നീ ഭയപ്പെടേണ്ട, നീ ഇങ്ങനെ ശാന്തനായിരിക്കൂ, എല്ലാറ്റിനും പരിഹാരമുണ്ടാകും എന്ന് നമ്മളെ സമാധാനിപ്പിക്കുമ്പോൾ എന്താണ്, ഈ സർപ്പത്തെ ഭയപ്പെടുത്തുകയാണ് ദേവി ചെയ്യുന്നത്. അപ്പൊ വാതാശനി പ്രസ്ഫോടയായിരിക്കുന്ന ആ ദൈവി ഈശശക്തി, ദൈവിയായ ഈശശക്തി, ദൈവി ആയ ഈശ്വരന്റെ ആ ശക്തി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സകല ഭുവനഗ അഭി. ഈ ശക്തി ഇവിടെ തന്നെയാണോ? ഈ ചെറുകുന്നിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണോ? അല്ല. സകല ഭുവനഗ അഭി, സകല ഭുവനത്തിലും. സകലം വികലം എന്നുള്ളതിന്റെ വിപരീതമാണ് സകലം. എല്ലാ കലയോടും കൂടിയത് സകലം. ഒരു കല നഷ്ടപ്പെടുമ്പോ വികലം, അല്ലെ? അപ്പൊ ഒരു അംശം നഷ്ടപ്പെടുമ്പോഴാണ് വികലം എന്ന് പറയാ. അപ്പൊ വൈകല്യം, സാകല്യം, ഈ പദങ്ങൾ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. വൈകല്യം, വികലമായ ഭാവം, ഒരു വശം, ഒരു ഭാഗം നഷ്ടപ്പെട്ടത്. സകലം പൂർണ്ണമായിരിക്കുന്നത്, സാകല്യം. സകല ഭുവനഗ, ഭുവനത്തിൽ എല്ലായിടത്തും ചെല്ലുന്നതാണ്, വ്യാപിച്ചിരിക്കുന്നതാണ്. എങ്കിലും ഈ ദേവി എന്ത് ചെയ്യുന്നു? ബാലശൈലത്തിൽ ആലയം കൊള്ളുന്നവളായിരിക്കുന്നു, ബാലശൈലത്തിൽ വിലയം കൊള്ളുന്നവളായിരിക്കുന്നു ഈ ദേവി എന്ന് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഈ ദേവി എന്താകട്ടെ എന്നാണ്, നമുക്ക് യോഗക്ഷേമങ്ങൾക്ക് കാരണമായി ഭവിക്കുമാറാകട്ടെ എന്നാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. അപ്പോൾ ഏകദേശം അതിന്റെ അർത്ഥം സ്പഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ഏകദേശം ഇതിന്റെ അർത്ഥം എങ്ങനെയായിരിക്കുന്നു? തൃച്ചംബരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ കൃഷ്ണ ഭഗവാന്റെ ഗാത്രത്തിന് എന്താണ്, ഗാത്രത്തിൽ നിന്ന് അഭിന്നയായിട്ടാണ് വർത്തിക്കുന്നത്. അങ്ങനെ അഭിന്നയായി വർത്തിച്ച് ആ ദേവന്റെ അംഗങ്ങൾക്ക് അലങ്കാരമായി തന്നെ വർത്തിക്കുന്നവളായിരിക്കുന്ന ആ ദേവി, അല്ലെ? അങ്ങനെ പരിരസിക്കുന്ന ആ ദേവി എന്താണ്, ജനങ്ങൾക്ക് അത്യന്തം ഭയഹേതുവായിട്ടുള്ള എന്താണ്, ജനിമൃതികൾ. ആ ജനിമൃതികളെ ഭയകാരണമായത് കൊണ്ട് തന്നെ ഒരു സർപ്പത്തിനോട് ഉപമിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ സർപ്പത്തിന് മേഘഗർജിതം പോലെ ഭയഹേതുവായിരിക്കുന്ന, അതിനെ ദൂരെ അകറ്റുന്നവളായിരിക്കുന്ന ആ ദേവി. പിന്നെ എന്താണ്, ലോകത്തിന്റെ ഗതങ്ങൾക്ക്, രോഗങ്ങൾക്ക് ഔഷധമായിരിക്കുന്നവള്, അഥവാ ചികിത്സ തന്നെ ആയിരിക്കുന്നവളുമായ ആ അമ്മ, അല്ലെ? ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അമ്മ. ആ അമ്മ എന്താണ്, ചക്രവാളത്തോളവും വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലം. അവിടെയുള്ള സർവ്വജനങ്ങൾക്കും ഇതിനകറ്റുന്നു, അവർക്ക് ഐശ്വര്യത്തിന് വിഘാതമായി നിൽക്കുന്ന അവസ്ഥയെ മാറ്റിക്കളയുന്നവളായ ആ ദേവി എന്തായിരിക്കട്ടെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവളാണെങ്കിലും
എന്താണ് സവിശേഷമായ സാന്നിധ്യം അഥവാ സവിശേഷമായിട്ടുള്ളതായ ഉദാരഭാവത്തോടെ. മറ്റുള്ള ആളുകൾ പറയുന്ന പോലെ വീട്ടുകാരെന്തെങ്കിലും പറയുമ്പോൾ വലിയ ഔദാര്യത്തോടെ എന്ത് ചെയ്യുന്നു? വർത്തിക്കുന്നു. എവിടെ വർത്തിക്കുന്നു? ഈ ക്ഷേത്രത്തിൽ, ഈ പറയുന്ന ബാലശൈലത്തിൽ അഥവാ ചെറുകുന്നിൽ അങ്ങനെ വർത്തിക്കുന്നവളായ, സ്വന്തം ഗൃഹം പോലെ അവിടെ വർത്തിക്കുന്നവളായ ആ ദേവി നമുക്ക് യോഗക്ഷേമങ്ങൾക്ക് കാരണമായി തീരുമാറാകട്ടെ എന്ന് അർത്ഥം. അപ്പൊ ഞാനിവിടെ നിർത്തുന്നത്, നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം അത് ഞാൻ അപഹരിച്ച് നിങ്ങളുടെ സംശയം ചോദിക്കാനുള്ള അവസരം എന്നതുകൊണ്ട് നിർത്തുകയാണ്. ആശയം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കട്ടെ. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കാം. നമസ്കാരം. ഓം വിദ്യാധിരാജ മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ.